രാജ്യത്ത് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ടൂളും പേരും ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ എല്ലാവർക്കും കാണൂ. അയോധ്യയും രാമനുമായിരുന്നു അവ. ഇപ്പോഴിതാ കാവ്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി.ജെ.പി. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നാണ് അയോധ്യയിൽ നടന്നിരിക്കുന്നതെന്ന് പറയാം. സംഘപരിവാർ നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നതിനാൽ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ വിയർക്കുകയാണ്. സംഘപരിവാറുകാരും കാണിക്ക നൽകിയവരും മതാചാര്യന്മാരും അഴിമതിക്കെതിരെ രംഗത്തെത്തിയതും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് എന്ന RSS നേതാവാണ് വിവാദങ്ങളിലെ നായകൻ. 2025 ഏപ്രിൽ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള 2 വർഷത്തെ കൊള്ള മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പണവും സ്വർണവും വെള്ളിയുമടക്കം ചമ്പത് റായ്ക്ക് കീഴിൽ മോഷ്ടിക്കപ്പെട്ട സമ്പത്ത് എത്രയെന്ന് ഇനിയും കണക്കാക്കിയിട്ടില്ല. അതായത് ഒരു പടുകൂറ്റൻ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണിതെന്ന് വ്യക്തം. 3500 കോടിയിലേറെ രൂപയാണ് ക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് ലഭിച്ചത്. നിർമ്മാണത്തിന് ചെലവഴിച്ചത് 900 കോടിയോളം രൂപയും. ശേഷിക്കുന്ന തുക ഭാവി പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചുവെന്നാണ് അവകാശവാദം. എന്നാൽ അയോധ്യയിൽ ഇങ്ങനെയൊരു കൊള്ളയ്ക്കുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ കേൾക്കുന്നത് മാത്രമാണോ സത്യം? എന്താണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി? എത്ര കോടിയുടെ തട്ടിപ്പ് നടന്നു? ആരാണ് ചമ്പത് റായ്? വിഷയത്തിൽ ബി.ജെ.പിയുടെയും യോഗി ആദിത്യനാഥിന്റെയും RSSന്റെയും നിലപാടെന്ത്? അറിയാം വിശദമായി തന്നെ. കർസേവ നടത്തി ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിയാനുള്ള പ്രസ്ഥാനത്തെ നയിച്ച് RSSന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിശ്വസ്തനായി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയായി ചമ്പത് റായാണ് രാമക്ഷേത്ര കൊള്ള വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ പൂജാകർമ്മങ്ങളിൽ വരെ ഭാഗഭക്കായ പ്രധാനി. 1991 രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അയോധ്യയിലേക്ക് എത്തിയ UPയിലെ ബിജ്നോർ സ്വദേശിയായ ചമ്പത് റായ് 1992 ബാബരി മസ്ജിദ് തകർക്കുന്നതിലും മുന്നിലുണ്ടായിരുന്നു. 2020 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാർലമെന്റിൽ 15 അംഗ ട്രസ്റ്റ് പ്രഖ്യാപിച്ചത്. ബാബരി ഭൂമി കേസിൽ രാമക്ഷേത്രത്തിനായി വാദിച്ച മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ പരാശരന്റെ വീട്ടിൽ ചേർന്ന രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ യോഗത്തിൽ ചമ്പത് റായിയെ ജനറൽ സെക്രട്ടറിയാക്കുകയും ചെയ്തു. 2021 രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയോധ്യയിലെ ബാഗ് ബിജയ്സി ഗ്രാമത്തിൽ നടത്തിയ ഭൂമി ഇടപാടിലൂടെയാണ് ചമ്പത് റായുടെ മേൽ ആദ്യ അഴിമതി ആരോപണം ഉയരുന്നത്. കേവലം 2 കോടി രൂപ വിലയുള്ള ഭൂമി 18 കോടി രൂപ കൊടുത്ത് രാമക്ഷേത്ര ട്രസ്റ്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും കണ്ടെത്തിയപ്പോൾ രാഷ്ട്രീയ ആരോപണമെന്ന് പറഞ്ഞ് ഇയാൾ കൈകഴുകി. അന്വേഷണം റായിലേക്ക് നീണ്ടാൽ RSSും ബി.ജെ.പിയും പ്രതിക്കൂട്ടിലാകുമെന്ന ഘട്ടത്തിലാണ് ആദിത്യനാഥ് സർക്കാർ ഇടപെട്ടത്. തുടർന്ന് ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഈ കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായത്. ഇവരെല്ലാം തട്ടിപ്പിന്റെ ചാവേറുകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വമ്പൻ സ്രാവുകളാണ്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പണവും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും എണ്ണുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാരാണ് അറസ്റ്റിലായത്. ഇത്ര വലിയൊരു തട്ടിപ്പ് ഇവരെ കൊണ്ട് സാധ്യമാവില്ലെന്ന് പകൽ പോലെ വ്യക്തം. ഇവർ മാത്രം ചേർന്ന് നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. ഇവരിൽ മിക്കവരുടെയും സമ്പത്ത് ചെറിയ കാലം കൊണ്ട് 100 ഇരട്ടിയോളം വർദ്ധിച്ചിരുന്നു. ജനങ്ങൾ നൽകിയ സംഭാവന കൊണ്ട് ആഡംബര ഹോട്ടലുകളും സ്ഥലവും ഉൾപ്പെടെ ഇവർ വാങ്ങിക്കൂട്ടി. പണം മാത്രമല്ല, സിന്ധി വിഭാഗർ സംഭാവന ചെയ്ത 200 കിലോ വെള്ളി ഇഷ്ടികകളും എല്ലാവരും കൂടി അടിച്ചുമാറ്റി. 1 കിലോ വീതം തൂക്കമുള്ള 200 വെള്ളി ഇഷ്ടികകളാണ് 2021 ജനുവരിയിൽ സിന്ധി വിഭാഗർ ക്ഷേത്രത്തിന് നൽകിയത്. അന്ന് ഇത് ഏറ്റുവാങ്ങിയ ചമ്പത് റായ് പക്ഷേ രസീത് കൊടുത്തിരുന്നില്ല. നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷവും രസീത് കൈമാറിയില്ല. ഇഷ്ടികകൾ എന്തെല്ലാം കാര്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന അറിയിപ്പുമുണ്ടായില്ല. 200 കിലോ വെള്ളിക്ക് നിലവിൽ 5 കോടിയിലേറെ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. വാർത്ത പടർന്നപ്പോഴാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു SIT രൂപീകരിക്കുന്നത്. എന്നാൽ രാമനെ വിട്ടൊരു കളിയില്ല. ആരോപണം ഉന്നയിക്കുന്നവരെല്ലാം രാമനെതിരെ സംസാരിച്ചവരാണെന്നും രാമന്റെ ഭക്തരെ സംശയിക്കരുതുമെന്നാണ് യോഗി പറയുന്നത്. അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയുമെല്ലാം രാമക്ഷേത്രത്തിന്റെ പേരിന് കളങ്കമുണ്ടാക്കാനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന പൊതുബോധം സൃഷ്ടിക്കാനുള്ള മനഃപൂർവമായ ശ്രമവും ഇതിനു പിന്നിലുണ്ട്. വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാടുകളും പലപ്പോഴും ഏകപക്ഷീയമാണെന്ന് തോന്നിപ്പോകും. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച കോടതി ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, എന്താണ് തിടുക്കം എന്നാണ് ചോദിച്ചത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, ഷീൽ നാഗു എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്.
വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നും ബെഞ്ച് വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന അറസ്റ്റുകൾ ഭക്തർ നൽകിയ സംഭാവനകൾ നേരിട്ട് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങിയതിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളും ദളിത് ഭൂമി തട്ടിച്ചതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും ഇതിനു പുറമെ നിലനിൽക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇനി BJP-യിലേക്ക് വന്നാൽ അവർക്കിത് കനത്ത ക്ഷീണമാണ് സൃഷ്ടിക്കുക. രാമക്ഷേത്രത്തിന്റെ ഉൾപ്പെടെ പേര് പറഞ്ഞാണ് ഘട്ടം ഘട്ടമായി പലയിടത്തും BJP അധികാരം പിടിച്ചത്. വർഷങ്ങളായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ കാർഡിന് തിരിച്ചടിയേറ്റതോടെ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാക്കാമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് രൂപം നൽകിയ ട്രസ്റ്റിലുള്ളവരെല്ലാം കള്ളന്മാരാണെന്നും ട്രസ്റ്റിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും സംഘപരിവാറുകാർ തന്നെ വിമർശനമുയർത്തുന്നത് വലിയ രീതിയിൽ ബാധിച്ചേക്കാം. രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ധരംദാസ് ഉൾപ്പെടെ VHPക്കെതിരെ രംഗത്തെത്തിയത് അത്ര നിസ്സാരമല്ല. മധ്യപ്രദേശിലെ മന്ത്രിയും BJP നേതാവുമായ കൈലേഷ് വിജയവർഗിയും RSSനെതിരെ തുടർന്നടിച്ചിട്ടുണ്ട്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും BJPക്കെതിരായുള്ള വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തേക്കാൾ കൂടുതൽ BJP നോട്ടം പതിപ്പിച്ചിരിക്കുന്നത് സംഭാവനകളിലാണെന്നാണ് അഖിലേഷ് തുറന്നടിക്കുന്നത്. വിവാദം കനത്തതോടെ ആശങ്കയിലായ ഭക്തരും ക്ഷേത്രത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. രാമക്ഷേത്രത്തിൽ ജൂണിലെ സംഭാവനയുടെ വരവ് 80% ഇടിഞ്ഞതായും റിപ്പോർട്ടുണ്ട്. റായുടെ അനുയായിയും ഡ്രൈവറുമായ ടിന്നു യാദവിന്റെ കയ്യിൽ എങ്ങനെ ഭണ്ഡാരത്തിന്റെ താക്കോലെത്തി എന്ന് അന്വേഷിച്ചാൽ റായുടെ പങ്ക് വ്യക്തമാകുമെന്നതിനാൽ ആ വഴിക്ക് അന്വേഷിക്കാൻ SITക്ക് വലിയ താല്പര്യമില്ല. ഭക്തർ സമർപ്പിച്ചതെല്ലാം സുരക്ഷിതമാണെന്നാണ് ഇപ്പോഴും അധികൃതർ പറയുന്നത്. വിഷയത്തിൽ RSSും അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. മോഹൻ ഭാഗവതിന്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശിന്റെ മേഖലാ പ്രചാരക് അന്വേഷണത്തിനായി അയോധ്യയിലെത്തി. ചമ്പത് റായിയോട് ജൂലൈ 11 ട്രസ്റ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചമ്പത് റായിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചതായാണ് വിവരം. വിദേശ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തിയാലുടൻ ട്രസ്റ്റ് പുനഃസംഘടന ചർച്ച തുടങ്ങുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ മഞ്ഞുരുകണം അറസ്റ്റിലായ പരൽ മീനുകളെ നിയന്ത്രിച്ചിരുന്ന സകല വമ്പൻ സ്രാവുകളുടെ മുഖവും വെളിച്ചത്ത് വരണം. ഒരു ചമ്പത് റായിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്നത് വ്യക്തം.